കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവിയും കൊണ്ട് ആനന്ദം കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പെട്ടെന്ന് ഹാളിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ കടയിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. ഈ സമയം ബാലൻ പറഞ്ഞു, ആ നീ വന്നോ? അതെ, ആനന്ദും ശ്രീദേവിയും കൂടെ ക്ഷേത്രത്തിൽ പോയെന്ന് പറയണ. അല്ല ബാലേട്ടാ, അവരൊരു വാക്ക് പോലും പറഞ്ഞില്ല. അതിനിപ്പോ എന്താ ഇത്ര പറയാനിരിക്കുന്നേ? പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, എന്നോട് പറഞ്ഞിട്ടാ പോയെന്ന് പറയും. പിന്നെ ആ ശ്രീദേവി ഉണ്ടല്ലോ, അവള് നല്ല കുട്ടിയാ, അവളെ കണ്ടുപഠിക്കണമെന്ന് പറയാം. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യ, നാളെ മുതൽ നീയോ അവളോടൊപ്പം പോയിക്കോളാൻ പറയാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അടുക്കള ജോലികളെല്ലാം ചെയ്തിട്ട് അവള് ക്ഷേത്രത്തിലേക്ക് പോയേക്കുന്നേ. അവളെ കണ്ട് നീയും പഠിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും ഗോമതിക്ക് അങ്ങോട്ട് അടിമുടി പെരുത്ത് കയറി. ഇത്രയും കാലം അതെ ബാലേട്ടൻ ഇങ്ങനെ ഒന്നും പറയില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ കണ്ടില്ല എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് ബാലൻ പറഞ്ഞാൽ ശരി ഗോമതി, ഞാൻ ഇറങ്ങിയേക്കാന്നും പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പൊ ഗോമതിയുടെ കയ്യില് ഡ്രസ്സ് ഉണ്ടായിരുന്നു, കഴുകി ഉണക്കിയ ഡ്രസ്സ് എടുത്തോണ്ട് വന്നായിരുന്നു ഗോമതി. പെട്ടെന്ന് ഡ്രസ്സൊക്കെ അങ്ങോട്ടേക്ക് ഇട്ടു കഴിഞ്ഞിട്ട് ദേഷ്യത്തിൽ പറഞ്ഞു, ഒരു ശ്രീദേവി വന്നിരിക്കുന്നു. 2 ദിവസമാണ് അവൾ ഈ വീട്ടിൽ കാല് കുത്തിയിട്ട്. ബാലേട്ടന് അവളെ കുറിച്ച് പറയുമ്പോ തേനൊലിക്കും അങ്ങോട്ട്. ഞാൻ കൂടുതലൊന്നും പറയണില്ല എന്ന് പറയണേ. മീനാക്ഷിയും ഇത്രയും വന്നിട്ട് ചോദിച്ചു, അല്ല എന്താമ്മ, എന്താ കാര്യം എന്താന്ന് ചോദിക്കും. പിന്നെ കാര്യം എന്താന്ന്, ഇത്രയും നാളായി ആനന്ദ് പുറത്തേക്ക് പോകുമ്പോ എന്നോട് പറഞ്ഞിട്ടാ പോകുന്നേ. കൂട്ടുകാരെ കാണാൻ പോയാലോ, എന്തിനേറെ പറയുന്നു, എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടേ അമ്മയെ പോയിട്ട് വരാന്ന് പറയും. പക്ഷെ ഇപ്പൊ അവൻ എന്നോട് ഒരു വാക്കും പോലും പറഞ്ഞിട്ടില്ല. അവൾ അവനെ കറക്കി എടുത്തോണ്ട് പോയിരിക്കുന്നു. ഇത് കേട്ട മിത്ര പറഞ്ഞു, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അമ്മേ, കല്യാണം കഴിഞ്ഞ് പുതുമോടിയല്ലേ, പുതുമോടിയാന്നോർത്തോണ്ട് ഒന്ന് പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയി കൂടെ. ബാലേട്ടൻ എന്നിട്ട് ന്യായീകരിക്കാനായിട്ട് വന്നിരിക്കുന്നു, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. മീനാക്ഷി പറഞ്ഞു, പോട്ടമ്മേ, അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. പിന്നെ വിഷമിക്കാതെ, ഇപ്പൊ അടുക്കളയിൽ പോലും എനിക്ക് കയറാൻ പറ്റുന്നില്ല, പൂജാമുറി കയറാൻ പറ്റുന്നില്ല, അടുക്കളയിൽ കയറാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കണേന്ന് ചോദിക്കുക. മിത്ര പറഞ്ഞു, അതെ അപ്പച്ചിയുടെ രോഷം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം. രോഷം ഇതിങ്ങനെ പോയിട്ടാ ശരിയാവുന്നത് എനിക്ക് തോന്നില്ല, എന്ത് ചെയ്യണം എന്നൊക്കെ എനിക്കറിയാന്ന് പറയണം. മീനാക്ഷി പറഞ്ഞു, തൽക്കാലത്തേക്ക് അമ്മ ഒന്നും മിണ്ടാനും പറയാനൊന്നും പോണ്ട, അമ്മയൊന്ന് സമാധാനപ്പെട്. ഇതിപ്പം ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെയുള്ളതേ, അതൊക്കെ കഴിയുമ്പോ എല്ലാം നേരെ ആയിക്കോളൂ എന്ന് പറയാം. ഗോമതി പറഞ്ഞു, അതൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ല. നിനക്കൊക്കെ കല്യാണം കഴിഞ്ഞല്ലേ, കുട്ടികളൊക്കെ ഉണ്ടായി, അവരുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ ഭാര്യമാര് ഇങ്ങനെ പെരുമാറി കഴിയുമ്പോൾ നിനക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടത് മീനാക്ഷിയും ഇത്രയും കൂടെ പരസ്പരം നോക്കി ചിരിക്കുകയാണ്. അവർക്ക് മനസ്സിലായി ഗോമതിയുടെ ഫ്രസ്ട്രേഷൻ എന്താന്നുള്ള കാര്യം. പിന്നീട് മീനാക്ഷി നേരെ മുറിയിലേക്ക് ഇല്ലാണ്. അപ്പൊ ആകാശ് കടയിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. ആകാശിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഭയങ്കര വിഷമമെന്ന് പറയണ. എന്തിന്? അല്ല, ഇന്ന് ആനന്ദേട്ട ക്ഷേത്രത്തിൽ പോയ സമയത്ത് അമ്മയോട് പറയാതെ പോയന്. അതിനിപ്പോ എന്താ കുഴപ്പം? ആനന്ദേട്ടൻ ചിലപ്പോ പെട്ടെന്ന് വരാനായിട്ട് പോയതല്ലേ. അത് ശരി തന്നെയാ, പക്ഷെ അമ്മേനെ സംബന്ധിക്കുമ്പോ അമ്മയ്ക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാ. കാരണം ഇത്രയും കാലം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ അമ്മ. ആര് പുറത്തു പോലും അമ്മയോട് പറഞ്ഞിട്ടാ പോന്നേ. പെട്ടെന്നൊരു ദിവസം അങ്ങനെ അല്ലാതായി വരുമ്പോഴത്തേനും അമ്മയ്ക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതിനേക്കാൾ ഉപരി അടുക്കള ജോലികളെല്ലാം അമ്മയല്ലേ ചെയ്തുകൊണ്ടിരുന്നേ. അടുക്കള കയറി ജോലി ചെയ്യാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട് ആകാശേ, നമ്മളെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തു പോകുന്ന ആൾക്കാരാ. ഈ പറയുന്ന ഞാൻ ഓഫീസിൽ ചെന്ന ഓഫീസിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് പോകും. പിന്നെ ആകാശാണെങ്കിലും കടയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തിരക്കുകളും കാര്യങ്ങളും എല്ലാവരുടെ സംസാരമായി എല്ലാമായി പിന്നെ ഒന്നും ചിന്തിക്കില്ല. പക്ഷെ അമ്മേനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അമ്മ വീട്ടിൽ നമ്മളെ മാത്രം കാത്തിരിക്കുന്ന, നമ്മളെപ്പോ വരും, നമുക്ക് വേണ്ടി എന്ത് ഫുഡ് ഉണ്ടാക്കണം, എങ്ങനെ എന്തൊക്കെ തയ്യാറാക്കണം, നമ്മളെക്കുറിച്ച് മാത്രമായിരിക്കും അമ്മയുടെ ചിന്ത. അമ്മയുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മളാണ്. അപ്പൊ നമ്മൾ അമ്മയുടെ മനസ്സ് കാണണം. അമ്മയ്ക്ക് വേറെ നമ്മളല്ലാതെ അമ്മയ്ക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ പുറത്തു പോയി നമ്മള് എല്ലാവരുമായിട്ട് സന്തോഷിച്ച വരുന്നേ. പക്ഷെ അമ്മയ്ക്ക് നമ്മൾ വീട്ടിൽ വന്നാൽ മാത്രം അമ്മയ്ക്ക് സന്തോഷമാവുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. ഇതാ പറഞ്ഞേ, ഒരു പക്ഷെ ആനന്ദേട്ടന് ആ കാണിച്ചുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായെന്ന് പറഞ്ഞേ. ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു, കുഴപ്പമില്ല, അത് പതിയെ പതിയൊക്കെ ശരിയാകുമായിരിക്കും എന്ന് പറയണം. അത് ശരിയാ എന്നൊക്കെ പറയണം. പിന്നീട് ഭയങ്കര സങ്കടത്തിലാണ് ഗോമതിക്കാണ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തന്നോട് ആനന്ദ് ഒരു വാക്ക് പോലും പറയാതെയാണല്ലോ പോയെന്നൊരു ചിന്ത ആ മനസ്സിലേക്ക് വരുവാണ്. ഈ സമയം കൃഷ്ണമംഗലത്ത് മിഥുൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. മിഥുൻ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മിത്ര അവിടെ പുറത്ത് ചെടി നനയ്ക്കുന്ന കണ്ടു. അവള് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, നിന്നെ ഒരു ദിവസം പൊക്കൂടി ഞാൻ എന്റെ വലയിലേക്ക് ഞാൻ കൊണ്ടുവരും. അപ്പോഴേക്കും അലോ ഇങ്ങോട്ട് വന്നിട്ട് എന്താ അവിടെ നോക്കണമെന്ന് നിൽക്കാം. ഒന്നുമില്ല, ഞാനവിടെ ആരിനുണ്ടോന്ന് നോക്കിയതാന്ന് പറയണം. അപ്പോഴേക്കും രാജശ്രീ അങ്ങോട്ടേക്ക് വന്നു. അല്ലട മോനെ, അലോക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എന്തൊക്കെയോ ചെയ്യുമെന്ന്, പക്ഷെ ഒന്നും ചെയ്ത് കണ്ടില്ല. അതെ ആന്റി, അതിന് സമയം വേണമെന്ന് പറയാം. ഇടപെടിയും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലല്ലോ. ആ മിത്രനെ നമ്മൾ ഒരു ദിവസം പൊക്കൂന്ന് പറയണം. അവളെ പൊക്കാനോ? അതെ, അല്ല അവള് കാരണമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ. അവളെ നമ്മളും കൂടെ പൊക്കൂന്ന് പറയണം, ഇത് ചെവി അറിയാതെ. ആ കാര്യമൊക്കെ എനിക്ക് വിട്ടേക്കാൻ പറയാം. ഇതിപ്പോ എന്റെയും കൂടെ ഒരു പ്രശ്നമല്ലേന്ന് ചോദിക്കും. പെട്ടെന്ന് ആലോചിച്ചു, നിന്റെയും കൂടെ പ്രശ്നമോ? അല്ല, ഇപ്പൊ നമ്മൾ ഒരു കുടുംബമല്ലേ, അപ്പൊ അതാ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയണേ. പക്ഷെ മിഥുന്റെ മനസ്സിലുള്ളത് വേറെ ചിന്തയാണ്,
മിത്രനെ പൊക്കി വേറെ കാര്യം നേടാനാന്നുള്ള കാര്യം ഈ പറയുന്ന അലോകിനോ രാജശ്രീക്ക് മനസ്സിലാവുന്നില്ല. രാജശ്രീ പറഞ്ഞു, മോനെ നീ കുറെ കാലം ഇത് പറയണേ, വല്ലതും നടക്കുമെന്ന് ചോദിക്കാം. നടക്കും ആന്റി, ആന്റി ധൈര്യത്തോടെ ഇരിക്കുക, ആന്റി എന്തിനാ വിഷമിക്കണേ, ഞാനില്ല കൂടെ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജശ്രീക്ക് ഒരു സമാധാനം സന്തോഷമൊക്കെ ആയി. പിന്നീട് ക്ഷേത്രത്തിൽ പോയിട്ട് ശ്രീദേവി വരുവാണ്. ശ്രീദേവി വന്നപ്പോഴത്തേനും മീനാക്ഷി അവിടെ നിൽക്കുന്നുണ്ട്. ശ്രീദേവി പെട്ടെന്ന് നിന്നിട്ട് ചോദിച്ചു, അല്ല ഞാനേ നെറ്റി പ്രസാദം തൊട്ട് തട്ടേന്ന് ചോദിക്കാം. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, അതിനെന്താ തൊട്ടാളം പറയണം. അങ്ങനെ പ്രസാദം തൊട്ട് കൊടുത്തു. പിന്നീട് ശ്രീദേവി മീനാക്ഷിയുടെ മുഖത്തേക്കൊന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, പറയുന്നുണ്ടൊന്നും തോന്നരുതെന്ന് പറയണം. എന്താ ഈ സർക്കാർ ജോലിക്കാർക്കേ കുറച്ചൊരു പൊടിക്ക് അഹങ്കാരം ഉണ്ടല്ലേ എന്ന് ചോദിക്കാം. ഇത് കേട്ടത് മീനാക്ഷി ഒന്ന് ചിരിച്ചു. അല്ല എന്താ മീനാക്ഷി ചിരിക്കണേന്ന് ചോദിക്കാം. ഒന്നുമില്ല, ഞാൻ വെറുതെ ചിരിച്ചാന്ന് പറയണം. അല്ല എന്തോ കാര്യമുണ്ട്. ഒന്നുമില്ല ശ്രീദേവി ചേച്ചി എന്ന് പറയണം. പിന്നെ ശ്രീദേവി ചേച്ചിയെ കണ്ടുകൊണ്ടൊരു കാര്യം പറയാം. അതെ, എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോകണമെന്ന് പറയണം അമ്മയോട്. പറഞ്ഞിട്ട് പോകാനോ? അതെ, ഇപ്പൊ ക്ഷേത്രത്തിൽ പോയപ്പോ അമ്മയോടൊരു വാക്ക് പറഞ്ഞിട്ട് പോയിരുന്നു. അതെന്താ അമ്മ എന്തേലും പറഞ്ഞോന്ന് ചോദിക്കും. അതുകൊണ്ടല്ലാന്ന് പറയണം. അമ്മ പറഞ്ഞു പറയാൻ പറ്റില്ലല്ലോ. ഇത് കേട്ടതും ശ്രീദേവി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഇത് മീനാക്ഷി എനിക്കിട്ട് പണി തന്നല്ലേന്ന് ചോദിക്കും. എന്ത്? അല്ല ഞാൻ ശ്രീദേവിയുടെ അഹങ്കാരത്തിന്റെ കാര്യം പറഞ്ഞു, അല്ല മീനാക്ഷിയുടെ അഹങ്കാരത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തിരിച്ച് മീനാക്ഷി എനിക്കിട്ട് പണി തന്നല്ലേന്ന് നിൽക്കും. പണിയൊന്നും തന്നല്ലെന്ന് പറയും. ഇത് കേട്ടപ്പം ശ്രീദേവി ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ ഞാനേ അമ്മയോട് എന്ത് ചെയ്ത് ചോദിക്കട്ടെ എന്ന് പറയണേ. അമ്മയോട് ചോദിക്കാൻ പോനോ? വേണ്ട വേണ്ട, അമ്മയോട് ചോദിക്കണ്ടെന്ന് പറയും. അല്ല അമ്മയോട് ചോദിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ലെന്ന് പറയണം. അപ്പോഴേക്കും മീനാക്ഷിക്ക് മനസ്സിലായത് കളിയെ പന്തിയാവില്ലെന്നുള്ള കാര്യം. മീനാക്ഷി പെട്ടെന്ന് ശ്രീദേവിനെ അങ്ങോട്ട് അടുത്തേക്ക് വിളിച്ചു. അതെ ശ്രീദേവി ചേച്ചി തല സത്യമായിട്ട് ഞാൻ പറയുക, അമ്മയോട് പോയി ഒരു കാരണവശാലും ചോദിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ്. അമ്മയോട് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിന്റെ ദോഷം കിട്ടുന്ന ശ്രീദേവി ചേച്ചിക്കായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ശ്രീദേവി ആകെപ്പാടെ പേടിച്ചു പോയി. ഇനിയിപ്പോൾ തനിക്ക് ദോഷം കിട്ടുമോ താൻ അമ്മയോട് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ? എന്നാ ശരി, ഞാൻ ചോദിക്കുന്നില്ലെന്ന് പറയണം. പിന്നീട് മീനാക്ഷി അങ്ങോട്ടേക്ക് പോവാ. ഈ സമയം കടയിൽ ആകാശം ധർമ്മനുണ്ട്. അപ്പൊ ആകാശം ഓരോ ജോലികൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ധർമ്മനാണെങ്കിൽ അതിനകത്ത് പബ്ജി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആകാശം പറഞ്ഞു, ദേ മാമ ഇവിടെ കളിച്ചോണ്ടിരുന്ന അച്ഛനെങ്ങാനും ഇപ്പൊ കയറി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അളിയൻ ഇപ്പൊ വരാനോ? അളിയൻ ഇപ്പൊ ഒന്നും വരത്തില്ല, അളിയൻ ഇപ്പൊ ആ ദേവി പുരാണം പാടിക്കൊണ്ട് വീട്ടിൽ ഇരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയാണ്. ഇതായിട്ടപ്പോ ആകാശം പറഞ്ഞു, നല്ല കളിയായിപ്പോയി, ഇവിടെ കളിച്ചോണ്ടിരുന്നോ, അച്ഛൻ കയറി വന്ന ഇന്ന് മിക്കവാറും ധർമ്മമാമന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവെന്ന് പറയണം. പിന്നെ ഇപ്പൊ കയറി വന്നത് തന്നെ നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു നാക്ക് വായിലേക്ക് കിട്ടില്ല. അപ്പോഴേക്കും ബാലൻ അങ്ങോട്ടേക്ക് വരുവാണ്. ബാലൻ വന്നപ്പോ കളിമൂടിലിരുന്നോണ്ട് ധർമ്മൻ ഈ കാര്യം കണ്ടില്ല. പെട്ടെന്ന് ആകാശ് കണ്ടു. ആകാശിന് മനസ്സിലായി ഇന്ന് മാമന് കോളാന്നുള്ള കാര്യം. ബാലൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, എന്താടാ ഇവിടെ പണിയെന്ന് ചോദിക്കണം. എന്നിട്ടും ധർമ്മനും മനസ്സിലായില്ല. പെട്ടെന്ന് ആ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങി. ഓഹോ അപ്പൊ ഇതല്ലേ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് നിനക്കൊക്കെ ഈ ഗെയിമുകളെ അല്ലേന്ന് ചോദിക്കും. അല്ല അത് പിന്നെ അളിയാ ഞാൻ നിന്റെ ഫോണെന്നും പറഞ്ഞ് എറിയാൻ തുടങ്ങിയപ്പോഴത്തേനും ധർമ്മൻ ചാടി കയറി പിടിച്ചു. അയ്യോ അളിയാ ഒന്നും ചെയ്യല്ലേന്നും പറഞ്ഞിട്ട്. നീ എന്താടാ പറഞ്ഞേ? നീ ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ കേട്ടതിന്റെ കുഴപ്പമാണോ? എന്നാ ചിലപ്പോ അളിയൻ കേട്ടതിന്റെ കുഴപ്പമായിരിക്കും എന്ന് പറയാം. അതെ അതെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ കേട്ടതിന്റെ കുഴപ്പമാണ് എന്നൊക്കെ ബാലൻ പറയാണ്. കാരണം ദേവിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ ധർമ്മം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ബാലൻ കേട്ടായിരുന്നു. ഈ സമയം ബാലൻ പറഞ്ഞു, അല്ല ഡെലിവറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിയോന്ന് ചോദിക്കുക. ഈ സമയം ആകാശ് ചോദിച്ചു, എന്ത് കാര്യം ചോദിക്കും. അങ്ങനെ കുറെ കിഴങ്ങന്മാരെയാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നേ. എടാ നിന്നെയൊക്കെ എന്തിനാ പിന്നെ ഈ കടയിൽ നിർത്തിയേക്കുന്ന? ഒരു കാര്യങ്ങളും അറിയത്തില്ല. ഞാൻ രാമേട്ടനായിരുന്നു ഇതിനേക്കാളും ഭേദം. ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, അതെ രാമേട്ടനോട് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ എന്ന് പറയാം. പിന്നെ നിന്നെയൊക്കെ എന്തിനാടാ കിഴങ്ങ് അവിടെ നിർത്തിയിരിക്കുന്നു ചോദിക്കണം. ആകെപ്പാടെ സങ്കടമായിപ്പോയി ആകാശിന്. ഇതുപോലെ മരിച്ചു കിടന്ന് പണി ചെയ്യുന്ന എന്നാലും ചീത്തയ്ക്ക് ഒരു കുറവില്ല. അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് ആകാശിന് സങ്കടം വന്നിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തേലും പറഞ്ഞ ഉടനെ മുഖം വീർപ്പിച്ച് അങ്ങോട്ട് നിന്നോണെന്ന് പറയാണ്. ആ സമയത്താണ് ബാലന്റെ ഫോണിൽ കോള് വരുന്നത്. നോക്കിയപ്പോൾ ദേവിയെ വിളിക്കുന്നത്. ആ ദേവി മോളെ എന്താ മോളേന്ന് ചോദിക്കുകയാണ്. അതെ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് വന്ന് ബാലച്ചാന്ന് പറയണം. ആണോ? അല്ല എന്താ മോളെ വിളിച്ച? ഞാൻ വെറുതെ വിളിച്ചാ, വന്നെന്ന് പറയാൻ വേണ്ടി വിളിച്ചാ. പിന്നെ ബാലച്ചന് വേണ്ടിയിട്ടാ ഞാൻ പ്രാർത്ഥിച്ചെന്ന് പറയണം കൂടുതലായിട്ട്. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, അത് കൊള്ളാലോ മോളെ. സാധാരണഗതിയിൽ ഇവിടെ വേറുള്ളവരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാറുള്ളെന്ന് പറയണം. എനിക്ക് അങ്ങനെ പറ്റില്ലല്ലോ എന്ന് പറയണം. അതെ ബാലച്ച എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കണം കേട്ടോ എന്ന് പറയണം. ശരി മോളെ വിളിച്ചേക്കാം, മോള് പോയി റെസ്റ്റ് എടുത്തോളാൻ പറയണം. റെസ്റ്റ് എടുക്കാനോ? നല്ല കഥയായി. ഇവിടെ എത്രമാത്രം ജോലി ഉണ്ടെന്ന് അറിയാമോ ബാലച്ച? അതെല്ലാം ചെയ്യണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഭയങ്കര സന്തോഷമായി പോയി ബാലിന്. എന്നാ ശരി മോള് പോയി ജോലി എടുത്തോളാൻ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം. അപ്പോഴേക്കും ധർമ്മൻ ചോദിച്ചു, ആരാ? ദേവിമോളെ വിളിച്ചത്.
പെൺകുട്ടികളാണ് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയാണ്. എന്തൊരു നല്ല അടക്കോ ഒതുക്കോ ഐശ്വര്യമോ ഒരു കുടുംബത്തിൽ വന്ന് നിൽക്കേണ്ട എങ്ങനെയാന്ന് അറിയാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു, അതെ ദേവി മാത്രമല്ലല്ലോ വീട്ടിൽ മരുമോളായിട്ട് വന്നിരിക്കുന്നത്, വേറെ രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ എന്ന് പറയാം. രണ്ടുപേരും കൂടെ അതേ കിഴങ്ങന്റെ ഒക്കെ ഭാര്യയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ കൊച്ചാക്കി സംസാരിക്കുകയാണ്. മീനാക്ഷിനെ മിത്രനെ ധർമ്മനാണല്ലോ ആകാശനാണല്ലോ സങ്കടം വന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ധർമ്മം പറഞ്ഞു അത്ര കൊച്ചാക്കി കാണുമൊന്നും വേണ്ട, ഈ പറയുന്ന മീനാക്ഷിനെ മിത്ര എന്ന് പറയണം. അതെ അതെ ഞാനൊന്നും കൂടുതലായിട്ട് പറയുന്നില്ലെന്ന് പറഞ്ഞ് ബാലൻ അങ്ങോട്ട് പോവാണ്. ആ സമയം ശ്രീദേവിയുടെ ഫോണിലേക്ക് ശ്രീകല വിളിക്കുകയാണ്. ശ്രീകല വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി മോളെ അവിടുത്തെ കാര്യങ്ങളൊക്കെ? എന്ത് അല്ല അവരെയൊക്കെ കയ്യിലെടുത്തോന്ന് ചോദിക്കും. പിന്നെ എടുത്തോന്നോ? അമ്മ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഇവിടെ എല്ലാരും പാവങ്ങളാന്ന് പറയണം. പാവങ്ങള് ദേ നിന്നക്ക് എന്തേലും ഒരു തട്ടുകേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്റെ ഭർത്താവ് നിന്റെ കൂടെ നിൽക്കണം. അതിനു വേണ്ടിയിട്ട് അങ്ങേരെ വേണം നീ ആദ്യം കയ്യിലെടുക്കാനായിട്ട്. നീ പറയുന്ന അനുസരിക്കണം ആനന്ദ്, നിന്റെ പരിധിയെ കൊണ്ടുവരണമെന്ന് പറയണം. അവസാനം ശ്രീദേവി പറഞ്ഞു, ശരി അമ്മേ, അമ്മ പറയുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് നല്ല വിഷമാവുന്നുണ്ടെന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, നമുക്ക് പിടിച്ചുണ്ടാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിത് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത്.